ചെയ്യിക്കാൻ പറഞ്ഞത്? കർത്താവ് അവനെ കുറിച്ച് എന്നെ വലിയൊരു കാഴ്ച, അവിടെ നിന്നാ മതി, എന്നെ കുറിച്ച് വലിയൊരു കാഴ്ച കാണിക്കും. That son over there, the Lord is showing me a great vision for you. ഇവന്റെ ലൈഫ്, ഇവൻ ജനിച്ചപ്പോൾ തന്നെ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. When he was born itself, some great struggles were there. ഇനി അവന്റെ ഫാദർ ആണോ, ഇവൻ ജനിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? ഒറ്റ വാക്കി പറഞ്ഞിട്ട് പ്രശ്നമായിരുന്നു. കർത്താവ് പറയുന്നു, ഇവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടവനല്ല. The Lord is saying he was not supposed to be living in this world. ഇവന് ചില ഓർഗൻസ് ഇല്ലായിരുന്നു. He did not have some organs. ശരിയാണോ? എന്ത് ഓർഗൻസ് ഇല്ലായിരുന്നു? വയറില്ലായിരുന്നു. അവൻ ഇവന് വയറില്ലായിരുന്നു. പക്ഷേ കർത്താവ് പറയുന്നു, ഇവനൊരു വലിയ മിസ്റ്ററി ആകാൻ പോകുകയാണ്. He did not have a stomach. However, the Lord is telling you are going to become a great missionary. നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഇവനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവനെ സൃഷ്ടിച്ച ദൈവം ഇവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകും. Even now you are having a fear about your son, but don't fear. The Lord who created him has a great purpose for his life. Hallelujah. Hallelujah. ഇവന്റെ മേൽ ഒരു കത്തി വെച്ചിട്ടുണ്ട്, ഒരു സർജറി. There has been a surgery that happened in his life. സർജറി ചെയ്തിട്ടുണ്ടോ? എത്ര വയസ്സിൽ? മക്കളിന്റെ അവിടെ എത്ര വയസ്സുള്ളപ്പോഴാണ് ചെയ്ത്? ജനിച്ചപ്പോൾ തന്നെ. കർത്താവ് പറയുന്നു, ഇന്ന് പകൽ അവന്റെ ഓർഗൻസിൽ ചില ഡിഫക്റ്റൂഡ് ഉണ്ട്. പക്ഷെ ഇന്നത് അവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് കാണിക്കും. The Lord is telling, even at this point there is some defect that is there in his stomach, but at this time those organs are growing and it is being healed. Hallelujah. 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 കർത്താവ് പറയുന്നു, The Lord is telling me, അവൻ പഠിക്കുന്ന ചില കരിക്കുലങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. certain curriculums which he is studying is going to be changed. ഇപ്പോൾ അവൻ എന്ത് കരിക്കുലമാണ് പഠിക്കുന്നത്? Now what is he studying? CBSE. അവന്റെ CBSE കരിക്കുലം ചേഞ്ച് ചെയ്ത് ഒരു ബ്രിട്ടീഷ് കരിക്കുലവുമായി ബന്ധപ്പെട്ട് അവൻ പഠിക്കും. What he is studying now, the CBSE curriculum is going to be changed and he is going to study a British curriculum. അവൻ ഇന്നു മുതൽ 70 ദിവസത്തിനകം നിങ്ങളുടെ ലൈഫിൽ ദൈവം അവൻ ചില ചേഞ്ചസ്, സ്പിരിച്വൽ ചേഞ്ചസ്, ഹെൽത്ത് ചേഞ്ചസ്, ചില ഹെൽത്ത് ഇഷ്യൂസ് കർത്താവ് മാറ്റാൻ പോകുന്നു. From this day onwards, within 70 days, the Lord is going to change some health issues that are there in his life. Hallelujah. Hallelujah. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ടീച്ചറാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് 70 ഡേയ്സിനുള്ളിൽ ചില മിറാക്കുലസ് വഴിയിലൂടെ ദൈവം നിങ്ങളെ മുന്നോട്ട് വിടാൻ പോകുകയാണ്. In your life and in your family, within the next 70 days, the Holy Spirit is going to lead you through some miraculous ways. Hallelujah. Hallelujah. കർത്താവ് പറയുന്നു, നിങ്ങളുടെ വീട് അടുത്ത് തന്നെ ചില കുടുംബങ്ങൾ, ഈ ഫെയ്ത്തിൽ ഇല്ലാത്തവര്, ഇതിൽ അംഗീകരിക്കാത്ത നിങ്ങളുടെ ചില ബ്ലഡ് റിലേഷൻസ് ഈ ഫെയ്ത്തിലേക്ക് വരാൻ പോകുകയാണ്. The Lord is telling me that certain families next to your house itself, they have not come to the faith, but they are going to accept the Lord Jesus Christ. നിങ്ങളുടെ മടക്കയാത്രയിൽ, In your return journey, ദൈവം ചില മിറക്കിളുകൾ ചെയ്യാൻ പോകുന്നു. God is going to do some miracles. Hallelujah. Hallelujah. D എന്ന് തുടങ്ങുന്ന ഒരു പേരുമായി ബന്ധപ്പെട്ട്, A name starting with the letter D. D എന്ന പേരുമായി ബന്ധപ്പെട്ട് ദൈവം ആ വ്യക്തിയിൽ ചില മിറക്കിളുകൾ ചെയ്യുന്നു. In that person, the Lord is doing some miracles. അവൻ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. The Lord will do it for you. അവന്റെ പേരെന്താ? ജയൻസ്. കർത്താവ് നിന്റെ ജീവിതത്തെ അവൻ മാറ്റിമറിക്കും. നീ ഇന്നു മുതൽ ഇവിടുന്ന് സഞ്ചരിക്കുന്ന സമയം വേറൊരു ആത്മമണ്ഡലം, ചില ഉറവകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകും. The Lord will totally transform your life. Even as you are traveling back from this place today, God will open some new spiritual dimensions in your life. ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകും. A transformation is going to take place. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകും. God is going to do miracles for you. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ആ മകന്റെ മേൽ അങ്ങയുടെ കരം വയ്ക്കണമേ. Lord, place your hands upon that son. ഇപ്പോൾ അങ്ങയുടെ കരം തൊടണമേ. Lord, at this time let your hand every sickness be healed. let every sickness be healed. ഇപ്പോൾ സൗഖ്യമാകട്ടെ. Let it be healed right
അങ്ങയുടെ കരം അവനെ തൊടണമേ. Lord, let your hand touch him. യേശുവിൻ നാമത്തിൽ തന്നെ